ഒരു ജനാധിപത്യ രാജ്യം അവിടുത്തെ എല്ലാ മനുഷ്യരോടും ഒരേ നിലയിൽ പെരുമാറണം, എല്ലാവരെയും ഒരേപോലെ പരിഗണിക്കണം. പക്ഷേ ഇന്ത്യയിൽ അങ്ങനെയല്ല നടക്കുന്നത് എന്ന് അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തമാവുകയാണ്. ഒരു വർഷം മുൻപാണ് കേരളത്തിൽ വയനാട്ടിൽ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായത്. ആയിരക്കണക്കിന് ആളുകൾ ആ ഉരുൾപൊട്ടൽ ബാധിച്ച് ഇപ്പോഴും നരകജീവിതം ജീവിക്കുന്നുണ്ട്. ഉറ്റവരെ നഷ്ടപ്പെട്ടവർ, എല്ലാം നഷ്ടപ്പെട്ടു പോയവർ, വീട് കൺമുന്നിൽ ഒലിച്ചു പോകുന്നത് കണ്ടവർ, അവരെല്ലാം ഇപ്പോഴും വാടക വീടുകളിലാണ്. അവർക്ക് വേണ്ടി കേരള സർക്കാർ വീട് പണിയുന്നുണ്ട്. മുസ്ലിം ലീഗും കോൺഗ്രസും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ സജീവമായ ഇടപെടലുമായി രംഗത്തുണ്ട്. പക്ഷേ സർക്കാർ എന്ത് ചെയ്തു, കേന്ദ്ര സർക്കാർ എന്ത് ചെയ്തു എന്ന ചോദ്യമുണ്ട്. 2000 കോടി രൂപയുടെ ഒരു പാക്കേജ് കേന്ദ്ര സർക്കാരോട് ആവശ്യപ്പെട്ടിരുന്നു. 530 കോടി രൂപ വായ്പയായി കേന്ദ്ര സർക്കാർ അനുവദിച്ചു. 50 വർഷം കൊണ്ട് ആ തുക തിരിച്ചടയ്ക്കണം, പലിശയില്ല എന്നൊരു ഗുണം അവർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ സർക്കാർ പഞ്ചാബിന് പ്രളയമുണ്ടായി ഒരാഴ്ച കഴിഞ്ഞ് 1600 കോടി രൂപ അനുവദിക്കുന്നു. ഹിമാചലിൽ പ്രളയമുണ്ടായി ഒരാഴ്ച കഴിഞ്ഞ് 1500 കോടി രൂപ അനുവദിക്കുന്നു. പ്രധാനമന്ത്രി സന്ദർശനം നടത്തി അതിന് തൊട്ട് പിന്നാലെയാണ് ഈ പ്രഖ്യാപനം നടത്തിയത്. പ്രധാനമന്ത്രി വയനാട്ടിൽ വന്നിരുന്നല്ലോ, എന്തുകൊണ്ട് ഒരു പ്രഖ്യാപനം നടത്തില്ല? ആ ചോദ്യം ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള BJP-യുടെ നേതാക്കൾ പറഞ്ഞ കാര്യം കണക്ക് വരട്ടെ, ഞങ്ങൾ നോക്കട്ടെ, കൊടുക്കട്ടെ, നിക്കട്ടെ എന്നൊക്കെയാണ്. അതൊന്നും മറ്റു സംസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ബാധകമല്ലേ? എന്തുകൊണ്ട് വയനാടിനെ തടയുന്നു? എന്തുകൊണ്ട് കേരളത്തെ തടയുന്നു? മറുപടി പറയാൻ BJP-യും കേന്ദ്ര സർക്കാരും ബാധ്യസ്ഥരാണ്. ഇത് സമത്വം ആഗ്രഹിക്കുന്ന രാജ്യമാണ്. ഇത് ജനാധിപത്യ രാജ്യമാണ്. നമസ്കാരം.